നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വിശാഖപട്ടണത്താണ് കേട്ടോ. നമ്മളെ നോർത്ത് ഈസ്റ്റ് റൈഡ് രണ്ടാമത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനിടയ്ക്ക് ഞാനൊരു മാസം ബ്രേക്ക് എടുത്തായിരുന്നു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്, ഓഫീസിലൊക്കെ പോകേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്. തിരിച്ചിതാ വിശാഖപട്ടണത്തി നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സർവീസ് ചെയ്യാണ്. ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് മെയിനായിട്ട്. അത് ഇതുവരെ ഏകദേശം കിലോമീറ്ററൊക്കെ ആയി, ഒരു 10,000 കിലോമീറ്റർ നമ്മൾ മാറ്റേണ്ടതാണ്. എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വണ്ടി ഒന്ന് കഴുകാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ ഒന്ന് ക്ലീനാക്കി, ഒരു മാസം എടുക്കാത്ത വെച്ചുകൊണ്ട് കുറച്ച് അത്യാവശ്യം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഇൻറ്റീരിയർ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് ഫോം വാഷും കൂടി ചെയ്തു. കാരണം അത്യാവശ്യം ചെളി ഉണ്ടായിരുന്നു വണ്ടി വരുന്ന സമയത്ത്. എന്തായാലും ഒന്ന് വൃത്തിയായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നേരെ ഒന്ന് ബോഡി വാഷിനും കൂടെ വെച്ചിട്ടോ. അണ്ടർ ബോഡി കാര്യങ്ങൾ ഫുൾ സർവീസിനാണ് വെച്ചത്. അപ്പോൾ ഏകദേശം ഫുള്ളൊന്ന് കഴുകി കുട്ടപ്പനൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടി. എല്ലാ പ്രാവശ്യം സംഭവിക്കുന്ന പോലെ വണ്ടി കഴിയുന്നത് തന്നെ ഒരു മഴയും കിട്ടിയട്ടോ. എന്തായാലും ചെളിയിലേക്ക് ഇറങ്ങേണ്ടി വരും കഴിക്കപാടെന്ന് എനിക്കറിയാം. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ നിന്നായാലും വണ്ടി കഴുകിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മഴ കിട്ടും. അങ്ങനെ സർവീസെല്ലാം ചെയ്തതിന് ശേഷം വിശാഖപട്ടണത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു കേട്ടോ. നമ്മുടെ ബദ്രിപുരയുടെ അടുത്താണ് നമ്മൾ ഉണ്ടായത്. അപ്പോൾ ആളോടൊക്കെ ബൈ പറഞ്ഞ് വീട്ടുകാരോടും എല്ലാവരോടും ഒരു താങ്ക്സൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോകുന്നത് മഹേന്ദ്രഗിരി എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഇത് വരുന്നത് ഒറീസയിലാണ്. നമുക്കൊരു 5-6 മണിക്കൂർ ഓട്ടം ഉണ്ട്. രാവിലെ ആകുമ്പോഴത്തേന് എത്തും കേട്ടോ. ഞാനൊരു 9-9:30 ആകുമ്പോഴാണ് ഇവിടുന്ന് വിട്ടത് നാട്ടിൽ നിന്ന്. രാത്രി എന്തായാലും ഒരു 4 മണിയാകുമ്പോഴത്തേന് എത്തുമായിരിക്കും. റോഡുകളെല്ലാം ഒരു അടിപൊളി റോഡുകളാട്ടോ, ഒന്നും പറയാനില്ല. റോഡുകളൊന്നും എവിടെയും മോശമൊന്നുമില്ല, നല്ല റോഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ലേറ്റ് ആകാണ്ട് തന്നെ പോകാൻ പറ്റി. വേറെ എവിടെയും നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. പാതിരാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ടോൾ വെട്ടിക്കാൻ നിന്നില്ല കേട്ടോ. ടോളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് പോയത്. ഇത് ഏതോ ഒരു ടോൾ പിരിവ് കേന്ദ്രമാണ് കേട്ടോ. എവിടെയാണെന്ന് എനിക്കും അറിയില്ല. ആ ടോൾ പ്ലാസയിൽ നമ്മളവിടെ വണ്ടി സൈഡാക്കി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. റോഡിൽ ബാക്കിയുള്ള വണ്ടികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. നമ്മൾ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത ഭാഗത്തുള്ള വണ്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ ഏകദേശം അതിനോട് അടുത്തല്ലോ, നമ്മൾ ഇത്രയും ദൂരം വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്ന വണ്ടിയൊക്കെ ഇങ്ങനെയാണ്. വെസ്റ്റ് ബംഗാൾ, ഒറീസ, അങ്ങനെയുള്ള പല നമ്മൾ ഇതിനോട് മുട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് മെയിനായിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞത് പലാസ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ഥലത്തെത്തി. ചെറുതല്ല, വലിയ സിറ്റിയാന്ന് തോന്നുന്നു. ആടുന്ന് നമ്മൾ വേറൊരു റോഡിലേക്ക് തെറ്റി കേട്ടോ. നീലെ കൂടിയാണ് നമ്മളെ ഹിൽ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. എന്തായാലും പോയി നോക്കാം. നമ്മളിത് ഏതോ ഒരു ഗ്രാമത്തിലേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ റോഡാ. ഒരു 2 ഇങ്ങനത്തെ വണ്ടി വന്നാൽ സൈഡാക്കാനുള്ള സ്ഥലമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ചെറിയ റോഡാണ്. എന്തായാലും പോയി നോക്കാം, ഇവിടെ എത്തുന്ന നോക്കാം. രാവിലെ എണീക്കുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ എത്തി കേട്ടോ. മഹേന്ദ്രഗിരി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. സമാധാനം, വഴി തെറ്റില്ല എന്ന് അപ്പോഴാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് കഴിഞ്ഞ് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റ് തുറന്ന് അതിനുള്ളിലേക്ക് പോകാനുള്ള അനുമതി ഉണ്ടായില്ല. രാവിലെ 5 മണിക്ക് തുറക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വണ്ടി കയറിയിട്ട് നമ്മൾ മെല്ലെ ചുരം കയറി. മുകളിലോട്ടുള്ളത് നല്ല ഹെയർ പിന്നാണ് അത്യാവശ്യം. ഈ മലേൻ്റെ മുകളിലായിരുന്നു നമുക്ക് കയറിപ്പോകേണ്ട കേട്ടോ. ഇത് രാവിലെ 5 മണി കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെയെല്ലാം രാവിലെ കുറച്ച് നേരം വെളുക്കും. വെട്ടം വല്ലാതെ നേരത്തെ തന്നെ വരുന്നുണ്ട്. ഒരു 6 മണിയാകുമ്പോഴത്തേന് നല്ല വെയിലാണ്. നാട്ടിൽ ഒരു 8-9 മണിയുടെ ഫീലാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മല കയറിയത് ആ കാണുന്ന ഡെസ്റ്റിനേഷൻ കണ്ട ലാസ്റ്റ് ഒരു ബിൽഡിങ് വരുന്നുണ്ട്. അത് ഫോറസ്റ്റിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. അവിടെ ഏറ്റവും ആദ്യം എത്തുക ഞാനായിരുന്നു കേട്ടോ. വേറെ ആരും വന്നിട്ടുണ്ടായില്ല. ഞാൻ നോക്കുമ്പോൾ വേറെ ആരുമില്ല. എനിക്കിനി വഴി തെറ്റിപ്പോയെന്നല്ല സംശയിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് ആ സൺറൈസ് പോയിൻ്റ് ആണെന്നല്ല ഏകദേശം മനസ്സിലായി. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്കൊരു 3 ടെമ്പിൾ കാണാനുണ്ട്. അപ്പോൾ ആ ടെമ്പിൾ 3 കാണിക്കാം കേട്ടോ. പഴയ ടെമ്പിളാണ്. പണ്ടൊന്നും ഇത് വലിയ ഫേമസ് ഒന്നും ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അടുത്തായിട്ട് ഭയങ്കര ഫേമസ് ആണ്. ഇതാ സൺറൈസ് പുറകിലെ കാണാൻ പറ്റും. താഴേക്ക് ഫുള്ള് മലയാട്ടോ. അത്യാവശ്യം നല്ലോണം ഉള്ളിലേക്ക് വരാനുണ്ട്. നമുക്ക് ഡീസൽ പൈസ നോക്കുകയാണെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം അത്രയും ഓടാനുണ്ട് ഉള്ളിലേക്ക്. ഇന്നലെ രാത്രി ഫുള്ള് ഓടിച്ചു. ഇതിപ്പോൾ രാവിലെ 4 മണിയാകുമ്പോൾ താഴെത്തി.
1 മണിക്കൂർ കിടന്നുറങ്ങി. 5 മണിയാകുമ്പോൾ പിന്നെ എൻട്രൻസ് കിട്ടി. ഇപ്പോൾ 5:20 കഴിഞ്ഞേ ഉള്ളൂ. 5:20 വെട്ടം കണ്ട. നമ്മളെ നാട്ടിലൊന്നും 5:20 എന്തായാലും സൂര്യൻ ഇങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നതാണ് യുധിഷ്ഠിർ ടെമ്പിൾ കേട്ടോ. ഇതെല്ലാം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. എനിക്ക് മഹാഭാരതം ഒന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കഥകളൊന്നും അറിയില്ല. ഇത് ഇവിടെ 3 ടെമ്പിളാണ് ഉള്ളത്. യുധിഷ്ഠിറും പിന്നെ അതുപോലെ കുന്തി ദേവിക്കൊരു ടെമ്പിള്, അതുപോലെ വേറൊരു ടെമ്പിളും കൂടി ഉണ്ട്. 3 ടെമ്പിളാണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ടെമ്പിളിൻ്റെ അകത്തുള്ള ഒരു പ്രതിഷ്ഠ കേട്ടോ. അത് 2 കല്ല് കാണുന്നുണ്ട്. എനിക്ക് വലിയ കൂടുതലായിട്ടൊന്നും മനസ്സിലായില്ല. വലിയ പ്രതിമയൊന്നുമില്ല, അത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ നമുക്കൊരു നന്ദീനെ കൊത്തി വെച്ചിട്ട് കാണാം. സാധാരണ ശിവൻ്റെ അമ്പലത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കയറി പോകുന്നിടത്ത് വരെയാണ് കേട്ടോ. ഇത് നമുക്ക് വണ്ടിയും കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. ബാക്കിയുള്ള ടെമ്പിൾസൊക്കെ നമുക്ക് കുറച്ച് ട്രക്കിങ് കാര്യങ്ങൾ ആവശ്യമാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ നേരെ കാണുന്ന മലേൻ്റെ മുകളിലാണ് അടുത്ത ടെമ്പിൾ, കുന്തിദേവിയുടെ ടെമ്പിൾ. അത് കഴിഞ്ഞിട്ട് വേറൊരു മലേൻ്റെ മുകളിലാണ് ഭീമൻ്റെ ടെമ്പിൾ കേട്ടോ. അങ്ങനെ 3 ടെമ്പിൾ ഉണ്ട് ഇവിടെ. മെയിൻ ടെമ്പിൾ കൂടാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടെമ്പിൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവമാണിത്. ഏകദേശം അതിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠ പോലെ കണക്കെല്ലാം ഉണ്ട്. കല്ലൊക്കെ ഇങ്ങനെ അട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സിമെൻറ്റ് കാര്യമൊന്നുമില്ല, അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയായിരിക്കും. അത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങളായിരിക്കും. ചെറിയ ചെറിയ അമ്പലം പോലെ സെറ്റപ്പ് നമുക്ക് കുറേ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയുണ്ട്, അവിടെയുണ്ട്, കുറേ എണ്ണം കാണാൻ പറ്റും. അതാണ് മെയിൻ വലിയ ടെമ്പിൾ അവിടെ. പോകുന്ന വഴിയിൽ ഇതുപോലെ ഹനുമാൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ കാണാം കേട്ടോ. അയ്യോ, കുറേ നാളായി നടന്നിട്ട്, കുറച്ച് നടന്ന് കയറാനുണ്ട്. ഇത് ഹനുമാൻ്റെ കാല് പോലൊരു സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. ഒരുപാട് ട്രക്കിങ് ചെയ്യാനുണ്ട് കേട്ടോ. മുകളിൽ വരെ നമുക്ക് കയറാനുണ്ട്. ഞാൻ വെച്ച് പെട്ടെന്ന് എത്തുന്ന നമ്മൾ വന്ന സ്ഥലം കേട്ടോ. സൂര്യനിൽ വെച്ച് മുകളിലെത്തി. കുറച്ച് ലേറ്റ് ആയിപ്പോയി, സാറില്ല. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ട്രക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അവസാനമുള്ള വ്യൂ എന്ന് പറയുന്നത് ഒന്നൊന്നര വ്യൂ. ആ റോഡ് നമുക്ക് നമ്മൾ വന്ന റോഡ് കാണാൻ പറ്റും കേട്ടോ. വളഞ്ഞ് എന്താ ഇങ്ങനെ പോകുന്നു. ഈ റോഡ് നമ്മൾ കയറി വന്നത്. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. പോകുന്ന വഴിയെല്ലാം ഫുൾ പാറകളാണ്. നോക്കി കണ്ട് പോകണം. ഇതിൽ കൂടെ ഒരു വഴി കാണുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. ഇനി വല്ല ചാരായ വാറ്റ് കേന്ദ്രത്തിലെല്ലാം എത്തുമെന്ന് അറിയില്ല, പോയി നോക്കാം. ഇത് ഷോർട്ട് കട്ടാന്ന് തോന്നട്ടോ. യെസ്, ഒടുവിലതാ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. കിട്ടിപ്പോയി. അയ്യോ, ഇത് 2ാമത്തെ അമ്പലം. അപ്പോൾ ഒന്നേറെ പോയി. ഓ, ഇത് പണ്ടത്തെ കാലത്ത് തന്നെ കേട്ടോ. കാണാനുണ്ട്. ആ പഴയ കല്ലെല്ലാം കാണാനുണ്ട് കേട്ടോ. ഇത്രയും വലിയ കല്ലെല്ലാം എങ്ങനെ എടുത്ത് വെച്ചു എന്നുള്ളത് മറ്റേ തഞ്ചാവൂരെല്ലാം പോയിട്ട് നമ്മൾ നോക്കുന്നല്ലേ. ഏറ്റവും മുകളിലുള്ള സാധനം കണ്ടോ മകടോ, നല്ല കൊത്തുപണി ചെയ്ത് ഒറ്റക്കല്ല് തീർത്ത സാധനം. അതൊരു പൊളി സാധനം കേട്ടോ. ആരാണോ ഈ മലേൻ്റെ മുകളിൽ ഇതെല്ലാം കൊണ്ടുവച്ചത്. നെക്സ്റ്റ് ഇതാ ഭീമ ടെമ്പിളിലേക്കാണ്. ഭാഗ്യം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റത്തെ ടെമ്പിൾ കേട്ടോ, 3ാമത്തെ ടെമ്പിൾ. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം. ഇവിടെ ഒരുപാട് ടിബറ്റൻ ഫ്ലാഗെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവിടെയെല്ലാം കാണുന്നുണ്ട്. ഇത് ടിബറ്റൻ ഫ്ലാഗിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയതാണ് സംഭവം. അതേ കളറിൽ വേറെ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് കണ്ടിട്ട് നല്ല ഓഫ് റോഡിങ് ട്രാക്ക് പോലെ എനിക്ക് തോന്നുന്നു. അമ്പലം എവിടെ? അമ്പലം കാണുന്നില്ലല്ലോ.
ഈ കല്ലുകളെല്ലാം കണ്ടു. ഇത് പണ്ടത്തെ കാലത്ത് അവർ ചെത്തി വെച്ചാന്ന് തോന്നുന്നത്. കറക്റ്റ് സ്പേസ് ഷേപ്പ് കണ്ടോ. അമ്പലത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. അങ്ങനെ നീണ്ട പരിശ്രമത്തിനിടയിൽ മൂന്നാമത്തെ അമ്പലം കണ്ടെത്തി. എൻ്റെ പൊന്നു, അപ്പുറത്തെ മലയിൽ ഇതാ ആടെയാണ് മൂന്നാമത്തെ അമ്പലം ഉള്ളത്. അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല കേട്ടോ, അള്ളിപ്പിടിച്ച് പോകണം. ഇവിടുന്ന് എല്ലാം ഇറങ്ങി താഴെ ഇറങ്ങി ഇത് കഴിഞ്ഞാലിതാ അടുത്ത ഇറങ്ങണം. ഇറങ്ങിയിട്ട് അടുത്ത മല ഇറങ്ങി കയറണം. ഞാൻ എന്തായാലും അതിന് പോകുന്നില്ല. അത് കാണാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെടാൻ കഴിയില്ല. ഇതന്നെ ധാരാളം. എന്തായാലും അടിപൊളി കേട്ടോ, സ്ഥലങ്ങളൊരു രക്ഷയില്ല. ഫോട്ടോഗ്രാഫിക്കെല്ലാം അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ നടന്ന് ഇടം വരെ കയറണം. മറ്റാകുമ്പോഴേതാ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത്രത്തെ ദൂരത്തേ ഉള്ളു. നേരെ അത് പോയിട്ട് അവിടെ നേരെ താഴേക്ക് പോകണം കേട്ടോ. ഈ അമ്പലത്തിൽ പോകുന്നതിലും ദൂരമുണ്ട് അപ്പുറത്തേക്ക് പോകാൻ, നല്ല ദൂരമുണ്ട്. ഞാൻ എന്തായാലും അപ്പുറത്തേക്ക് പോകുന്നില്ല. 2 മല കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. എന്താ ഒന്നും കാണാനൊന്നും ഇവിടുന്ന് കണ്ടാൽ തന്നെ അറിയാം. ഒന്നും പ്രത്യേകിച്ച് വല്ല കാണാൻ. നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. തിരിച്ച് ഏതോ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ പോകുന്നത്. നമ്മൾ വന്ന വഴിയൊന്നുമല്ല. എന്തായാലും പോയി നോക്കാം. എന്തായാലും താഴേക്കുള്ള റോഡ് കാണും, അത് ലക്ഷ്യമാക്കി അങ്ങ് നടന്നാൽ മതി. ഏകദേശം എത്തും. രാവിലെ തന്നെ ഒരു ട്രക്കിങ് ചെയ്തിട്ടാ. അത്യാവശ്യം ഒരു 1 മണിക്കൂർ നടന്ന് കയറാനുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ വയറെല്ലാം 1 മാസം കൊണ്ട് പോകും. പണ്ട് ഉത്തരാഖണ്ഡ് പോയ സമയത്താണ് എൻ്റെ തടിയെല്ലാം അങ്ങ് പോയത്. ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര ഫുള്ള് എല്ലാ ദിവസവും ട്രക്കിങ് ആയിരുന്നു എന്ന് പറയാം. അതുപോലെ പോവായിരുന്നു. അടിപൊളി. എന്തായാലും താഴോട്ട് ഇറങ്ങാം നമുക്ക്. രാവിലെ 7 മണി ആയല്ലോ കേട്ടോ. ഫുടുക്കത്തെ വെയിൽ. ഞാൻ വെച്ച് ഇവിടെ കയറി വരുമ്പോൾ നല്ല തണുപ്പുണ്ടായി. ഇവിടെ എങ്ങനെ കുറച്ച് തണുപ്പുണ്ടാകുന്ന വെച്ചാൽ നല്ല വെയിലാണ്. പല്ല് തേച്ചില്ല, ദാഹിച്ചിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കണം. കാരണം ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. രാവിലെ എണീറ്റ് നടക്കാനിറങ്ങിയതാണ്. ഞാൻ വിചാരിച്ച മുകളിൽ വരെ വണ്ടി പോകുന്ന കേട്ടോ. അറിയില്ലല്ലോ, ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മളിങ്ങനെ അറിയുന്നത് തന്നെ. നമ്മൾ ഫോട്ടോസെല്ലാം കാണുന്നു, ജസ്റ്റ് നോക്കുന്നു, വരുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. രാവിലെ തന്നെ ഒരു നല്ല ട്രക്കിംഗ് എക്സ്പീരിയൻസ് കളക്കി. നമ്മൾ തിരിച്ച് താഴെ എത്തി. നമ്മൾ ഫസ്റ്റത്തെ അമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ശരിക്കും ഇവിടെ നല്ല മഴക്കാലത്താണ് വരേണ്ടത്. അങ്ങനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം വന്നാലും കുറച്ച് കോടമഞ്ഞും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ചും കൂടെ നല്ല വൈബ് ഉണ്ടാവും. ഇപ്പോഴും രാവിലെ വരുന്ന സമയത്ത് നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. 2-3 ബൈക്കുകാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടീൻ്റെ മുമ്പിൽ ആരോ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. നമ്മളിടുത്താ ഇറങ്ങുക കേട്ടോ. എന്തായാലും വിട്ടൊക്കെ വന്ന് അടുത്ത സ്ഥലം പഠിക്കുക. അവിടെ ഒരു ചന്ദ്രഗിരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ്, ടിബറ്റൻസിൻ്റെ ഒരു സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. വെറുതെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ചന്ദ്രഗിരി ലക്ഷ്യമായിട്ട് പിടിക്കാം കേട്ടോ. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ പോകാനുണ്ട്. എന്തായാലും പോവാം. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ബുദ്ധിസ്റ്റിൻ്റെ കുറച്ച് സ്ഥലങ്ങളെല്ലാം പോയതാണ്. അതുപോലെയുള്ള സ്ഥലങ്ങൾ തന്നെ ആയിരിക്കും. എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.